പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഹൃദയം ഉള്ളിൽ നിർജീവമായി കല്ലിച്ചു പോയത് ആര്? ഉത്തരം: നാബാൽ. 1 ശമൂവേൽ 25:37. ക്വസ്റ്റ്യൻ: ഹൃദയം ധനം നിമിത്തം ഗർവിച്ചിരിക്കുന്നത് ആരുടെ? ഉത്തരം: സോർ പ്രഭുവിൻ്റെ. യഹസ്കേൽ 28:2-5. ക്വസ്റ്റ്യൻ: എളിയവരും ദരിദ്രന്മാരുമായവർ എന്ത് തിരഞ്ഞു നടക്കുന്നു? ഉത്തരം: വെള്ളം. യെശയ്യാവ് 41:17. ക്വസ്റ്റ്യൻ: യഹോവ മരുഭൂമിയെ എന്താക്കും? ഉത്തരം: നീർപ്പൊയ്ക. യെശയ്യാവ് 41:18. ക്വസ്റ്റ്യൻ: പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരാകുന്നു? ഉത്തരം: എതിർ ക്രിസ്തു. 1 യോഹന്നാൻ 2:22. ക്വസ്റ്റ്യൻ: കരുണ എന്തിനെ ജയിച്ച് പ്രശംസിക്കുന്നു? ഉത്തരം: ന്യായവിധിയെ. യാക്കോബ് 2:13. ക്വസ്റ്റ്യൻ: വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ എങ്ങനെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു? ഉത്തരം: സമാധാനത്തോടെ. എബ്രായർ 11:31. ക്വസ്റ്റ്യൻ: എവിടെയുള്ള ധനികയായൊരു സ്ത്രീ എലീശയെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു? ഉത്തരം: ശൂനേമിൽ. 2 രാജാക്കന്മാർ 4:8. ക്വസ്റ്റ്യൻ: ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടത് ആരായിരുന്നു? ഉത്തരം: തിമോത്തിയോസ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16:1-2. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആർക്ക് മുമ്പാകെയില്ല? ഉത്തരം: നിദ്ര കൊണ്ടവർക്ക്. 1 തെസ്സലോനിക്കർ 4:15. ക്വസ്റ്റ്യൻ: മൊർദെഖായിക്ക് തന്നോടുള്ള ഡാഷ് ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. എന്ത്? ഉത്തരം: ചാർച്ച. എസ്തേർ 8:1. ക്വസ്റ്റ്യൻ: ഗിലെയാദിലെ യാബേഷ് നിവാസികൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞത് ആരോട്? ഉത്തരം: നാഹാഷിനോട്. 1 ശമൂവേൽ 11:1. ക്വസ്റ്റ്യൻ: ബാരാക്കിൻ്റെ പിന്നാലെ 10,000 പേർ ഏത് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു? ഉത്തരം: താബോർ പർവ്വതത്തിൽ നിന്ന്. ന്യായാധിപന്മാർ 4:14. ക്വസ്റ്റ്യൻ: ഞാൻ രാജവസ്ത്ര വിചാരകൻ, എൻ്റെ ഭാര്യ പ്രവാചകി, ഞങ്ങൾ ആരെല്ലാം? ഉത്തരം: ഞാൻ ശല്ലൂം, ഭാര്യ ഹുൽദ പ്രവാചകി. 2 രാജാക്കന്മാർ 22:14. ക്വസ്റ്റ്യൻ: ആരുടെ തലയാണ് ഒരു താലത്തിൽ കൊണ്ടുവന്നത്? ഉത്തരം: യോഹന്നാൻ സ്നാപകൻ്റെ. മത്തായി എഴുതിയ സുവിശേഷം 14:10-11. ക്വസ്റ്റ്യൻ: തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് കഴിച്ചത് ആര്? ഉത്തരം: ബെൽഷസ്സർ രാജാവ്. ദാനിയേൽ 5:1. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൽ മികച്ചവൻ, പക്ഷേ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ മരിച്ചുപോയി. ആര്? ഉത്തരം: എഫ്രയീം. ഹോശയ്യ 13:1. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളുടെ അവസാനം? ഉത്തരം: നാശം. ഫിലിപ്പിയർ 3:18-19. ക്വസ്റ്റ്യൻ: തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ച പള്ളിപ്രമാണി? ഉത്തരം: ക്രിസ്പുസ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 18:8.
ക്വസ്റ്റ്യൻ: കൃപയിൽ നിന്ന് വീണുപോയ സഭ. ഉത്തരം: ഗലാത്യ സഭ. ഗലാത്യർ 5:4. ക്വസ്റ്റ്യൻ: വീട് ചോരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കൈകളുടെ ആലസ്യം കൊണ്ട്. സഭാപ്രസംഗി 10:18. ക്വസ്റ്റ്യൻ: യോർദാന് കിഴക്കുള്ള ഒരു തോട്. ഉത്തരം: കെരീത്ത്. 1 രാജാക്കന്മാർ 17:5. ക്വസ്റ്റ്യൻ: കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ എന്തു പ്രാപിക്കും? ഉത്തരം: ബലം. ഇയ്യോബ് 17:9. ക്വസ്റ്റ്യൻ: അശ്ശൂർ രാജാവായ സൻഹേരിബിൻ്റെ ദേവൻ. ഉത്തരം: നിസ്രോക്ക്. യെശയ്യാവ് 37 37-38 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും ഇരയാകുന്നത് എന്ത്? ഉത്തരം: ഹിമജലം. ഇയ്യോബ് 24 വാക്യം. ക്വസ്റ്റ്യൻ: പൗലോസ് ഏത് നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു? ഉത്തരം: അഥേനയിൽ. അപ്പസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17:16. ക്വസ്റ്റ്യൻ: അരോവേർ പട്ടണങ്ങളിൽ ആരും പേടിപ്പിക്കാതെ മേഞ്ഞു കിടക്കുന്നത് എന്ത്? ഉത്തരം: ആട്ടിൻകൂട്ടങ്ങൾ. യെശയ്യാവ് 17:2. ക്വസ്റ്റ്യൻ: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ എന്ത് സംസാരിക്കുന്നു? ഉത്തരം: മർമ്മങ്ങളെ. 1 കൊരിന്ത്യർ 14:2. ക്വസ്റ്റ്യൻ: ഭൂവാസികളെ മത്തരാക്കിയ മഹാവേശ്യ ഇരുന്നത് എവിടെ? ഉത്തരം: പെരുവെള്ളത്തിൻ മീതെ. വെളിപ്പാട് 17:2. ക്വസ്റ്റ്യൻ: ഫ്രാത്ത് നദീതീരത്തിങ്കൽ തൻ്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ഹമാത്തിൽ വച്ച് ദാവീദ് തോൽപ്പിച്ചു കളഞ്ഞ സോബ രാജാവ് ആര്? ഉത്തരം: ഹദദേസർ. 1 ദിനവൃത്താന്തം 18:3. ക്വസ്റ്റ്യൻ: എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും എന്ന് യഹോവ ആരോട് അരുളി ചെയ്തു? ഉത്തരം: അബ്രഹാമിനോട്. ഉൽപ്പത്തി 17:2. താങ്ക്സ് ഫോർ വാച്ചിങ്.